നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാഖി ഷീലയിൽ നിന്നും ശാരിക അടിമാലിയിൽ ഉണ്ടെന്നുള്ള വിവരം അറിയാട്ടോ ചെയ്യുന്നത്. അത് വക്കീലിനെയും അറിയിക്കുന്നുണ്ട്. രാഖി എവിടെയായിരുന്നാലും ശാരികയെ കണ്ടെത്തുമെന്ന് ഉറച്ചു പറയാട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തന്നെ രാജീവിന് മനസ്സിലാവുന്നുണ്ട് രാഖിയുടെ സംസാരത്തിൽ നിന്നും അതുപോലെ തന്നെ പല ഫോൺ വിളികളിൽ നിന്നും ശാരികയെ തിരയുന്ന രാഖിയാണ് കേട്ടോ രാജീവൻ കാണുന്നത്. ഇത് രാജീവനെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ രാജീവിൻ്റെ മനസ്സിൽ സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ രാജേന്ദ്രനാണെങ്കിൽ ലളിതാമ്മയെ കൊന്നിട്ടാണെങ്കിലും ഉത്തരപത്രത്തിൽ ഒപ്പിടിപ്പിച്ച് സ്വത്തുക്കൾ കൈക്കലാക്കാൻ നോക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന ആരതി ഇനി ഇയാളെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നും എത്രയും പെട്ടെന്ന് രാഖിയെ സത്യങ്ങളെല്ലാം അറിയിക്കണമെന്നും ഇയാൾ ചെയ്ത ചതികൾ എന്തൊക്കെയാണെന്ന് രാഖി മനസ്സിലാക്കുന്ന നിമിഷം എല്ലാത്തിനും ഒരു പ്രതിവിധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക കേട്ടോ ചെയ്യുന്ന ആരതി. അതുകൊണ്ട് തന്നെ ആരതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ഇയാളെ ഇങ്ങനെ വെറുതെ വിടാനായിട്ട് സാധിക്കത്തില്ലെന്ന്. അതിനുശേഷം രാഖിയെ ചെന്ന് കാണുക കേട്ടോ ചെയ്യുന്ന ആരതി. എന്നിട്ട് രാഖിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ നിൻ്റെ കൊച്ചേട്ടനെ കുറിച്ച്, അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നതെന്ന് പറയുന്നത്. രാഖി കേൾക്കാനൊന്നും അധികം കൂട്ടാക്കുന്നില്ലെങ്കിലും ആരതി നിർബന്ധിച്ച് പറയാട്ടോ ചെയ്യുന്നത്, നീ എത്രയും പെട്ടെന്ന് ശാരികയെ കണ്ടെത്തണം, എന്നിട്ട് നീ സത്യങ്ങൾ കുറേ അറിയാനുണ്ട്, ശാരികയിൽ നിന്ന് തന്നെ അറിയണം. ഒരു കാര്യം ഞാൻ പറയാം, ശാരികയും അതുപോലെ തന്നെ നിന്നെയും ചതിച്ചത് എന്നെയും ചതിച്ചത് നിൻ്റെ കൊച്ചേട്ടൻ തന്നെയാണെന്ന് പറയാതെ വയ്യ. എല്ലാവരെയും ഒരുപോലെ ചതിച്ചത് അയാളാണ്. അപ്പോൾ അത് കൂടാതെ തന്നെ ഇപ്പോൾ നിൻ്റെ അമ്മയുടെ ജീവനും അപകടത്തിലാണ്. നിൻ്റെ അമ്മയെ കൊന്നിട്ടാണെങ്കിലും എല്ലാ സ്വത്തുക്കളും നേടിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നീയും രാജീവനും ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഇനി സത്യങ്ങൾ തുറന്നടിക്കാൻ തെളിവ് സഹിതം പറയാൻ പറ്റുന്നത് ശാരികയ്ക്ക് മാത്രമാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ശാരികയെ കണ്ടെത്തണം. അത് നിങ്ങളുടെ ജീവിതത്തിലും പുതിയൊരു വഴിത്തിരിവാവുന്നു, പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് വലിയൊരു കാരണമാകുമെന്നും ലളിതാമ്മയുടെ ജീവൻ രക്ഷിക്കാനായിട്ടും അത് വഴിയൊരുക്കുമെന്നും പറയാട്ടോ ചെയ്യുന്നത്. പിന്നീട് രാഖി ശാരികയെ കണ്ടെത്തുന്നു. ശാരികയോട് മാപ്പ് പറഞ്ഞ് അടിമാലിൽ നിന്നും ശാരികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികട്ടോ ചെയ്യുന്നത്. രാഖി എല്ലാ തെറ്റുകൾക്കും പൊറുക്കണമെന്ന് പറഞ്ഞ് കാല് പിടിച്ച് കരയുന്നതിൻ്റെ ഫലമായിട്ട് അതെല്ലാം വിശ്വസിച്ച് ശാരിക രാഖിയുടെ കൂടെ വരിക കേട്ടോ. ഇത് കാണുന്ന അമ്മണിയമ്മയും തുളസിയും ഞെട്ടുകട്ടോ ചെയ്യുന്നത്. വീണ്ടും ശാരികയെ കൊണ്ടുവന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്നു. രാജീവനും ഇങ്ങനെ ഞെട്ടലോടുകൂടി നിൽക്കുക കേട്ടോ ചെയ്യുന്നത്. ഒന്നുകിൽ ഇനി ശാരികയെ വിളിച്ചു വരുത്തി അന്നത്തെ പോലെ ഇനി അപമാനിക്കാനാണോ എന്ന് വരെ രാജീവൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. രാഖിയോട് അതിൻ്റെ പേരിൽ രാജീവൻ പറയുകയും ചെയ്യുന്നുണ്ട്, ഇനി എന്തെങ്കിലും അപമാനം എനിക്ക് ഏൽക്കേണ്ടി വന്നാൽ ഒരിക്കലും രാഖി ഞാൻ നിന്നോട് ക്ഷമിക്കില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. ആർക്കും ഒന്നും സഹിക്കേണ്ടി വരില്ല എന്നും എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശാരികയെ കൂട്ടിക്കൊണ്ട് വന്നതെന്നും എല്ലാ തെറ്റുകൾക്കും ഞാൻ അവളോട് മാപ്പ് ചോദിച്ചു കഴിഞ്ഞെന്നും അവൾക്കത് മനസ്സിലായതുകൊണ്ടാണ് അവൾ എൻ്റെ കൂടെ വരാനായിട്ട് തയ്യാറായെന്നും പറയുന്നു. ഇനി ഞാൻ എൻ്റെ ഈ തെറ്റ് ആവർത്തിക്കത്തില്ല എന്നും പറയുക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ശാരിക രാഖിയോട് ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയത്, ഇങ്ങനൊരു മാറ്റത്തിൻ്റെ പിന്നിൽ എന്താ കാരണമെന്ന് ചോദിക്കുന്നു. നിൻ്റെ കൊച്ചേട്ടൻ വല്ലതും പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നുമല്ല എന്നും എനിക്ക് സ്വയം ബോധ്യപ്പെട്ടു, സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടിക്കളയുന്നത് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ സാധിക്കത്തില്ലെന്നും എനിക്ക് നമ്മളെല്ലാവരും കൂടിയുള്ള പഴയ ജീവിതം വേണമെന്നും പറയുന്നു. അങ്ങനെ പഴയതുപോലെ തന്നെ ശാരികയെ കൊണ്ട് നിർത്തുന്നു. ശാരിക കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ രാജീവൻ വിശ്വസിക്കുക കേട്ടോ ചെയ്യുന്ന രാഖിയെ. കാര്യം എന്ന് വെച്ചാൽ രാഖി സ്വന്തം കൂടപ്പറപ്പിനെ പോലെ കരുതിയിട്ട് തന്നെയാണ് തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് ചെയ്ത തെറ്റിന് പ്രായച്ചിത്തമായിട്ടാണ് ശാരികയെ കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാകുന്നു. ശാരിക ഫുഡൊക്കെ ഉണ്ടാകുന്നു, കുട്ടികളോടൊക്കെ കൂടുതൽ അടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാഖിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടികൾക്ക് ശാരികയെ വലിയ ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ശാരിക തന്നെ, എന്നെക്കാട്ടിലും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നു. പിന്നീട് രാജീവനെയും ശാരികയും അപ്പുറത്തും ഇപ്പുറത്തും വിളിച്ചിരുത്തിയിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാനായിട്ട് പോവുകയാണ്. ഇത്രയും നാളും ഞാൻ നിങ്ങളെ സംശയിച്ചു. ഞാനിപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി നിങ്ങളോടൊരു കാര്യം പറയണം. നിങ്ങൾ ജീവിതത്തിൽ പരസ്പരം ഒന്നാവണം. ഞാനുമായിട്ടല്ല രാജീവേട്ടൻ ഇനി ജീവിക്കേണ്ടത്. ചങ്കു പറിച്ചെടുക്കുന്ന വേദനയോട് കൂടിയാണ് ഞാൻ പറയുന്നതെങ്കിലും നിങ്ങളാണ് ഒന്നിക്കേണ്ടതെന്ന് പറയുന്നു. നിങ്ങൾ പരസ്പരം ഒന്നിക്കണം. എൻ്റെ മക്കൾക്കും അതൊരു ആശ്വാസമാണെന്ന് പറയും. നീ എന്താ രാഖി പറയുന്നത് ഞെട്ടിത്തരിച്ച് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി പറയുന്നുണ്ട്, ഞാൻ പറയുന്നതാണ് ശരി. എന്നെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് എന്തായാലും കോടതിയിൽ കൊടുത്തിരിക്കുകയല്ലേ രാജീവേട്ടൻ്റെ കൂടെ എനിക്ക് നല്ല നിമിഷങ്ങൾ കിട്ടി. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ സാധിച്ചു. ആ ഡിവോഴ്സ് അതുപോലെ തന്നെ നടക്കണം. അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും വിവാഹിതരാകണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ശാരികയും രാജീവനും ഞെട്ടുക കേട്ടോ ചെയ്യുന്നു. നീ എന്തൊക്കെയാണ് രാഖി ഈ പറയുന്നതെന്ന് രാജീവൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നു. ശാരികയ്ക്ക് സംശയങ്ങൾ മനസ്സിൽ വരിക കേട്ടോ ചെയ്യുന്നത്. പിന്നീട് ശാരിക രാജീവനോട് ആ സത്യം പറയുന്നുണ്ട്. ഇങ്ങനെ രാഖി ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ രാഖിയുടെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് രാജീവൻ സാറേ, അത് നമ്മൾ കണ്ടെത്തണം. രാഖി ഇങ്ങനെ വിട്ടുകൂടാ. രാഖി എന്തോ ഒരു രഹസ്യം മറയ്ക്കുന്നുണ്ട്. അവളോട് സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണെന്ന് പറയുന്നു. പിന്നീട് ഒരു ഡോക്ടർ അവളെ വിളിക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതായിട്ടും പറയുക കേട്ടോ ചെയ്യുന്നത്. അതെന്താണെന്ന് കണ്ടെത്തണം. അവളുടെ ഈ മാറ്റത്തിൻ്റെ പിന്നിലെ രഹസ്യം അറിയേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം ഇതുവരെയും അവൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിലല്ല അവൾക്ക് ഈ മാറ്റം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവളെ മാറ്റത്തിലേക്ക് നയിച്ചത് വേറെ എന്തോ ഒരു കാരണമാണ്. രാജീവൻ സാർ മനസ്സ് വയ്ക്കാനായി കണ്ടെത്താൻ സാധിക്കുമെന്നും നമുക്ക് നമ്മുടെ രാഖിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നും ശാരികയും രാജീവനും ഒറ്റക്കെട്ടായി
തീരുമാനിക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ രാജീവനും പറയുന്നുണ്ട് ശരി തന്നെയാണ്, എനിക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അതെങ്ങനെ കണ്ടെത്തുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും രാഖിയെ നിരീക്ഷിച്ചാൽ മതിയെന്നും ഞാനും നോക്കാമെന്നും നിങ്ങൾ ഒരിക്കലും പിരിയാനായിട്ട് പാടില്ല എന്നും എൻ്റെ വയറ്റിൽ വളരുന്നത് എന്തായാലും രാജീവൻ സാറിൻ്റെ കുഞ്ഞല്ല, അയാളെ എനിക്ക് ജീവൻ തുല്യം വെറുപ്പുമാണ് ഉള്ളതെന്നും ഒക്കെ ശാരിക പറയുന്നുണ്ട് കേട്ടോ രാജീവൻ. അങ്ങനെ ആ രഹസ്യം കണ്ടെത്താനായിട്ട് ശാരിയും രാജീവനും ഇറങ്ങിത്തിരിക്കുകയാട്ടോ ചെയ്യുന്നത്. എന്തായാലും രാഖി ശാരികയെ എല്ലാ തെറ്റിനും മാപ്പ് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.